പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലെ പഠനം, രണ്ടാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച ദുരന്തം എന്താണ്? അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവരുമെന്ന് കൈയുയർത്തി സത്യം ചെയ്തു. ഞാൻ നിങ്ങളെ വലിയൊരു ജാതി ആക്കുമെന്ന് സത്യം ചെയ്തു. എൻ്റെ നിക്ഷേപമാണെന്ന് ദൈവം അവരോട് പറഞ്ഞു. അത് ഈ ഭാഗത്തല്ല, വേറെ പല ഭാഗങ്ങളിലുണ്ട്. വിവിധ നിലയിൽ ഈ ജനത്തെ ദൈവം ബ്ലസ് ചെയ്ത് മനോഹരമായ ഒരു ജാതിയാക്കി ദൈവം രൂപപ്പെടുത്തിയെടുത്തു. പക്ഷേ അവർ പ്രമാണം അനുസരിക്കാതെ വന്നപ്പോൾ ദൈവം നേരെ തിരിഞ്ഞു. വേദപുസ്തകം കയ്യിലെടുത്ത് പ്രസംഗിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് പ്രസംഗിച്ചോ? നിങ്ങളുടെ ജീവിതവും ആ ശാസ്ത്രിമാരെയും പരീശന്മാരെ പോലെ ആണെങ്കിൽ ദൈവം നിങ്ങളെ വെറുതെ വിടത്തില്ല. ദൈവം നിങ്ങളെ കണക്കിന് ശിക്ഷിക്കും. ആ ശിക്ഷ വിവിധ നിലയിലായിരിക്കും എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഒരുപക്ഷെ നിത്യത വരെ നഷ്ടമാകാൻ അത് സാധ്യതയുണ്ട്. ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത കനാനിലേക്കാണ് പ്രവേശിക്കാതെ. അവർ കനാനിൽ പ്രവേശിക്കാതെ വഴിയിൽ വെച്ച് പട്ടുപോയി. നമ്മളോ ആത്മീയ കനാനാകുന്ന സ്വർഗത്തിലേക്ക് ഈ ലോകമാകുന്ന മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ രണ്ടു കൂട്ടരുടെ യാത്ര വ്യത്യാസമുണ്ട്, മനസ്സിലാക്കണം. സ്തോത്രം. രണ്ടു കൂട്ടരുടെയും സ്ഥലവും ലക്ഷ്യങ്ങളും വെവ്വേറെയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ ലോകമാകുന്ന മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്ത് സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നു, ആത്മീയ കനാനാകുന്ന സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നു. അവർ ആക്ഷരികമായ ഒരു സ്ഥലത്തേക്ക് അവർ പോയത്. നമ്മളെപ്പോലെയല്ല, അവരെ പോലെ അല്ല. നമ്മൾ വെരി സീരിയസ് ആയിട്ട് ഈ വിഷയങ്ങളെ പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. അപ്പം മുന്തിരിവള്ളി എന്നുള്ള വിഷയം പറഞ്ഞു വന്നപ്പോഴാണ് ഞാനിത് പറയാനിടയായത്. ഒരു വലിയ മുന്തിരിയായി ഈ ലോകത്തെ മധുരിപ്പിക്കുവാൻ, രുചിപ്പിക്കുവാൻ ദൈവം മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് മുന്തിരിവള്ളിയാണ് യഹൂദ പുരുഷന്മാരും യെരൂശലേം നിവാസികളും. യഹൂദ, യെരൂശലേം, ഇത് രണ്ടും തത്വത്തിൽ ഒന്നാണെങ്കിലും രണ്ടായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇവരെന്ത് ചെയ്തില്ല? മോശയിക പ്രമാണം അവരനുസരിച്ചില്ല. ഒരു പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അത് ചിന്തനീയമായിട്ട് തോന്നി. ഹിറ്റ്ലർ എത്ര ലക്ഷം ജനത്തെ കൊന്നു എന്നാണ് പറയുന്നത്? 60 ലക്ഷം ജനത്തെ ഗ്യാസ് ചാമ്പറുകളിലും തൂക്കിയും അങ്ങനെ വിവിധ നിലയിലും വാളുകൊണ്ട് വെട്ടിയും കൊന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. കറക്റ്റാണത്. ഓരോ രാജ്യങ്ങളിലും 130 രാജ്യങ്ങളിൽ അവർ അഭയാർത്ഥികളായി പോയി. മിക്കവാറും രാജ്യങ്ങളിൽ അവരെ കൊന്നൊടുക്കുക ചെയ്ത്. അവിടെ കൊഴുപ്പ് കൊണ്ട് സോപ്പുണ്ടാക്കിയെന്ന് ചരിത്രം. ലണ്ടൻ മ്യൂസിയത്തിൽ ആ സോപ്പ് ഇപ്പോഴും ഉണ്ട്. കണ്ടവർ വന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും ആ സോപ്പ് അവിടെ ഇരിപ്പുണ്ട്. യഹൂദന്റെ കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയ സോപ്പ്. ഇത് നമുക്ക് തരുന്ന പഠനം എന്താണ്? തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിനെന്ന് പൗലൂസ് പറഞ്ഞ വചനങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞ് മുമ്പോട്ട് പോകുന്ന ശുശ്രൂഷകന്മാരും വിശ്വാസികളും ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോസ്തലന്മാർ തരുന്ന കൽപ്പനകളെ, ഉപദേശങ്ങളെ നമ്മൾ പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞാൽ നമ്മുടെ നിത്യത നഷ്ടമാകാൻ സാധ്യതയുണ്ട്. പൗലൂസ് പറയുന്നു, നീ പ്രവാചകനായിരിക്കാം, ആത്മീകനായിരിക്കാം, ഞാൻ എഴുതുന്നത് ദൈവത്തിന്റെ കൽപ്പന. എവിടെയാ അത്? 1 കൊരിന്ത്യരിലെ 14-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം. അതറിയുന്നില്ലെങ്കിൽ നീ അറിയാതിരിക്കട്ടെ എന്നാണ് ആ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം പറയുന്നത്. നീ അറിയുന്നെങ്കിൽ അറിയാതിരിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ ചെവിയുണ്ടെങ്കിൽ കേൾക്കട്ടെ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. ഈ വചനങ്ങളൊക്കെ ഞങ്ങൾ കിടന്ന് കണ്ടക്ഷോഭം ചെയ്ത് പ്രസംഗിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്, നിങ്ങളിത് കേട്ടിട്ട് അനുസരിക്കാതെ പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവും, പ്രിയമുള്ളവരെ. അതുകൊണ്ട് അതനുസരിച്ച് ആ മഹാസന്തോഷത്തിലേക്ക് പ്രവേശിക്കാനാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ റേറ്റ് പറഞ്ഞ് പ്രസംഗിക്കുന്നവരല്ല. ഞങ്ങളുടെ പ്രസംഗത്തിന് ഇത്ര കിട്ടണമെന്ന് പറയുന്നവരല്ല. ഭൗതികം ഞങ്ങളുടെ ഒരു വിഷയമല്ല. അത് ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല. വേലക്കാരൻ കൂലിക്ക് യോഗ്യനെന്നുള്ള ദൈവവചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ പുസ്തകത്തിൽ അത് ഉണ്ട്. കർത്താവ് ഞങ്ങളെ നടത്തുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹൂദ ജാതിയെ ദൈവം നശിപ്പിച്ചു കളയാൻ പ്രധാന കാരണം മോശയിക പ്രമാണം അവരനുസരിച്ചില്ല. ബുക്ക് ഓഫ് ആക്ട്സ് എടുത്തേ, പ്രവൃത്തി 7 എടുത്തേ, പ്രവൃത്തി 7 എടുത്തേ. പ്രവൃത്തി 7-ൽ ഹല്ലേലൂയ, സ്തോത്രം.
ഒരു വാക്യം വായിച്ച എപ്പോഴും പറയുന്ന വാക്യങ്ങളാണ് ഇതൊക്കെ, എപ്പോഴും നിങ്ങളെ കേൾപ്പിക്കുന്ന വാക്യങ്ങളാണ്. അതിൻ്റെ 51 വായിച്ചു. 51 വായിച്ചേ പാസ്റ്റർമാർ, കുറച്ച് വായിക്കും. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരേ, ആ ആ ആ ഇത് യഹൂദന്മാരോട് തന്നെ പ്രസംഗിക്കുന്ന ഈ വാക്യം. അടുത്ത ആ ആ കൊന്നുകളഞ്ഞു അവനെ നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകം ആയി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. മതി. യഹൂദന്മാരോട് പ്രസംഗിക്കുക. ഫാസ്റ്റർ സ്തേഫാനോസ് അനുഗ്രഹിതനായ ഒരു പ്രാസംഗികൻ. ചിലർ പറഞ്ഞ് കല്ലെറിഞ്ഞു വന്നു. അതിനെന്താ കുഴപ്പം? പൗലോസ് അങ്ങനെയകത്ത് കടുത്തിൽ റോമൻ സാമ്രാജ്യം കത്തി വീശിയതാ. പത്രോസോ തലകീഴായി ക്രൂശിച്ചു. അപ്പോസ്തലന്മാർ പലരും ആ നിലയിൽ മരിച്ചവരാ. അതുകൊണ്ട് അവർക്ക് എന്താ കുഴപ്പം? ആ അതായത് രക്തസാക്ഷി ആവുന്നത് അനുഗ്രഹമാണ് എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? ദൈവസഭയിൽ കോടാനുകൂടി മനുഷ്യർ രക്തസാക്ഷികളായെന്നാ പറയുന്നത്. അവരെല്ലാം നല്ല കിരീടങ്ങൾ അണിഞ്ഞവരായി, ശോഭയുള്ള കിരീടങ്ങൾ അണിഞ്ഞ് അവരെ സ്വർഗരാജ്യത്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ട് ചെന്നാ ഇവിടെ കിടക്കുകയാണെങ്കിൽ കാണാനൊന്നും പറ്റത്തില്ല. പൗലൂസ് ഉണ്ടോടെ, പത്രോസ് ഉണ്ടോടെ, യോഹന്നാൻ ഉണ്ടോടെ, യാക്കോബ് ഉണ്ടോടെ, യൂദ ഉണ്ടോടെ എന്ന് പറഞ്ഞ് പാട്ടും പാടിക്കൊണ്ടിരുന്നാലും നടക്കത്തൊന്നുമില്ല. ആ പാട്ടും പാടി ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. പ്രമാണം അനുസരിച്ച് ജീവിക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കണം. ദൈവമക്കളെ, ഞാൻ വളരെ ഗൗരവത്തോടെ പറയുക. സ്തേഫാനോസ് യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചെങ്കിലും നിങ്ങളതനുസരിച്ചില്ല. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. സ്തേഫാനോസിന്റെ നേരെ എന്ത് ചെയ്തു? യഹൂദന്മാർ പല്ല് കടിച്ചു. അപ്പൊ ഉപദേശി എന്ത് ചെയ്തു? അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഇന്നത്തെ ഉപദേശിമാര് അവര് പല്ല് കടിക്കുമ്പോൾ നമ്മളും പല്ല് കടിക്കും. അവർ കല്ലെടുക്കുമ്പോൾ നമ്മളും കല്ലെടുക്കും. പണ്ട് ഗാനവച്ചൻ പ്രസംഗിച്ചപ്പോൾ ഒരു ഭാഗം എൻ്റെ ഹൃദയത്തിൽ കയറിയത് ഞാനിപ്പോൾ പറയട്ടെ. താങ്കൂൻ്റെയും തോമസ് കുട്ടിയുടെയൊക്കെ കോട്ടയത്തുള്ള, അതങ്ങനെ തന്നെ പുള്ളി പറഞ്ഞത്, ഒരു മീറ്റിങ്ങിലേക്ക് കല്ലെറിഞ്ഞു. ആ വലിയ പന്തൽ അതിൻ്റെ ഉള്ളിലേക്ക് RSS BJP കണ്ട് കല്ല് വലിച്ചെറിഞ്ഞു. എറിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ഗുണം പിടിക്കാത്തവന്മാർ അവിടെ നിന്ന് കല്ലെടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, കല്ല് അങ്ങോട്ട് ചെല്ലാം, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന കല്ല് എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല. അച്ഛനൊരു ഒരു ഹാസ്യ രൂപത്തിൽ പറയാനിടയായി. കാരണം എന്താ? ഗുണം പിടിക്കാത്തവന്മാർ അതിൻ്റെ ഉള്ളിലുള്ളത് പ്രതികാരദാഹികളാ. കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്നുള്ള പ്രതികാരം ചെയ്യുന്ന വകുപ്പാണ് ഇവരൊക്കെ. മനസ്സിലായില്ല? ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ ഞാൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അവരോട് ഉപദേശം പറയുമ്പോൾ അവരുടെ തെറ്റായ വിഷയങ്ങളെ നമ്മൾ അവരെ തിരിയപ്പെടുത്തുമ്പോൾ അവർക്ക് ദേഷ്യം വരിക. എന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ മാനസാന്തരപ്പെട്ടതല്ല, നീ ഗുണപ്പെട്ടതല്ല. ഒരുപക്ഷെ ഗുണപ്പെട്ടതായിരിക്കാം, മാനസാന്തരപ്പെട്ടതായിരിക്കാം. കാലത്തിന്റെ കടന്നുപോക്കിൽ പേരും പ്രശസ്തിയും പണവും വന്നപ്പോൾ ദൈവകൃപ മുഴുവൻ നഷ്ടപ്പെടുത്തി വെറും ചണ്ടിയായി മാറി. ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു പക്ക ജഡികനായി തീർന്നിരിക്കുക. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. പ്രിയമുള്ളവരെ, യഹൂദന്മാരാണ് ഈ കല്ലെറിഞ്ഞു കൊന്നത്. ആ യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചെങ്കിലും നിങ്ങളും അനുസരിച്ചിട്ടില്ലെന്ന് കർത്താവരോട് പറഞ്ഞു. എന്നിട്ട് അവരോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. മോശയുടെ ന്യായപ്രമാണത്തിൽ നിൽക്കുന്നവരോട് കർത്താവ് പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ, ഇതൊക്കെ കുറിക്കൊള്ളേണ്ട ഭാഗങ്ങളാണ്. നമ്മൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിലാണ് നിലനിൽക്കേണ്ടത്. നമ്മൾ മോശയുടെ വ്യവസ്ഥയിലല്ല. ഞങ്ങളുടെ സങ്കീർത്തന പഠിപ്പിക്കലും വെട്ടും കുത്തും പിന്നെന്താണ് അനുഗ്രഹവും നന്മയും വിടുതലും ഇതൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ വിശുദ്ധ ഉപദേശം പറഞ്ഞങ്ങോട്ട് ഒരുക്ക്. നമ്മൾ ഒരുങ്ങ്, അവർ ഒരുങ്ങട്ടെ. ഇല്ലെങ്കിൽ ദൈവരാജ്യത്ത് പോകാൻ ആൾ കാണത്തില്ല. പ്രസംഗിച്ച് കാശ് കിട്ടിയത് തന്നെ മിച്ചം. ഇവിടെ വീട് വെച്ചതും റേറ്റ് പറഞ്ഞ് ഇവിടെ വീട് വെച്ചു. പിന്നെ എന്തൊക്കെ ചെയ്തു? ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. കൊച്ചുങ്ങളെ പഠിപ്പിച്ചു, BSc നഴ്സിങ്ങിന് പഠിപ്പിച്ചു, BUക്കിൻ്റെ കാറ് വാങ്ങി, BMW കാറ് വാങ്ങി.
11 കോടിയുടെ വീട് വെച്ചു, എല്ലാം ശരി. അവസാനം നിത്യത നഷ്ടമായിട്ട് ആ ധനവാന്റെ കൂടെ പോയി കിടന്ന് പുഴുവരിക്കുന്ന അവസ്ഥയിലേക്ക് മാറരുത്. അതുകൊണ്ട് വേദനയോടെ ഒരു ദൈവദാസൻ ഇരുന്ന് പ്രസംഗിക്കുക. ഇതെങ്കിലും ഒന്ന് കേട്ട് മടങ്ങി വാ. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും വായിച്ചു പഠിച്ചോണം. അവസാനം ദൈവം അവരോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. അതോടെ വായിക്കാം. അവരുടെ ഹൃദയം അവരുടെ വിഗ്രഹങ്ങളോട് ചേർന്നിരുന്നത് കൊണ്ട് അവർ എൻ്റെ വിധികളെ ധിക്കരിച്ച് എൻ്റെ ചട്ടങ്ങളിൽ നടക്കാതെ എൻ്റെ ശബ്ബത്തുകളെ അശുദ്ധമാക്കിയാൽ ഞാൻ അവർക്ക് കൊടുത്തിരുന്നതും പാലും തേനും ഒഴുകുന്നതുമായ സർവ്വദേശങ്ങളുടെ മഹത്വമായിരിക്കുന്നതുമായ ആ ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയില്ലെന്ന് ഞാൻ മരുഭൂമിയിൽ വെച്ച് കൈ ഉയർത്തി സത്യം ചെയ്തു. ഇസ്രായേലിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുമെന്ന് കൈ ഉയർത്തി സത്യം ചെയ്ത ദൈവം ഇപ്പൊ എന്താ പറയണത്? ഞാൻ അവരെ കൊണ്ടുവരികയില്ലെന്ന് കൈ ഉയർത്തി സത്യം ചെയ്തു. എന്തു പറ്റി? ഇതിനിടയിൽ എന്തു പറ്റി? പെന്തക്കോസുകാരെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലോട്ട് ഇത് കയറുന്നുണ്ടോ? ഊതിയിട്ടും ഉന്തിയിട്ടും കുരപ്പിച്ചും ചിരിപ്പിച്ചും ഛർദിപ്പിച്ചും ജനത്തെ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് അകറ്റിക്കളയുന്ന സമൂഹമേ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? എന്താ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് പറയുമ്പോൾ തന്നെ ഉള്ളിൽ ഒരു ഭീതി നിഴലിടുകയാണ്. അഹരോന്റെ 2 പുത്രന്മാർ പേരെന്താ? നാദാബും അബീഹൂബും. തങ്ങളോട് കൽപ്പിച്ചിട്ടല്ലാത്ത നിലയിലുള്ള സംവിധാനം അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയവരെ? തീ ദഹിപ്പിച്ചു കളഞ്ഞു. മനസ്സിലായോ? പുറപ്പാട് 16 മോശയോട് പറഞ്ഞു, ഈ ഇടയ്ക്കിടയ്ക്ക് യാഗപീഠത്തിന്റെ അടുത്തേക്കൊന്നും വന്നേക്കരുത്, മക്കൾ രണ്ടും പോയി, ഇനി നിന്റെയും ചീട്ട് കീറാൻ സാധ്യതയുണ്ട്. അഹരോന് ഉപദേശിയോട് ദൈവം പറയുക. മനസ്സിലായോ? ഉപദേശിമാരും ഉപദേശിമാരുടെ മക്കളും സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങളുടെ ഈ വചനവിരുദ്ധമായ ഇടപെടലുകളും ഉപദേശങ്ങളും അത് ഭാവിയിൽ, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അതിൻ്റെ ദുഃഖം, അതിൻ്റെ കഷ്ടത, അതിൻ്റെ ശിക്ഷ നമ്മൾ പേറേണ്ടി വരും എന്നൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായാൽ നന്ന്. എനിക്കത് പറയാനുള്ള പ്രേരണകളുണ്ട് ഞാൻ പറയുക. ആരെയും വെറുപ്പിക്കാനോ ആരെയും വേദനിപ്പിക്കാനോ ആരെയും കരിവാരി തേക്കാനോ അല്ല. പ്രമാണം ലംഘിച്ചാൽ ദൈവത്തിന് പിന്നെ യാതൊരു നോ കോംപ്രമൈസ്. ഇവിടെ ഒരു കോൺഗ്രസ്സുകാരൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ട് ദൈവമൊക്കെ ക്ഷമിക്കണം, ഞാൻ രാഷ്ട്രീയം പറയല്ല. പകല് മുഴുവൻ പിണറായിയും കൂട്ടരെയും BJP-ക്കാരെ എല്ലാം ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, ഫാക്ടോടെ നിൽക്കുക. രാത്രി പീഡനപ്രതി, അവിടെ എവിടെയും പോയി പീഡിപ്പിക്കല് എന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. സ്തോത്രം. അവസാനം എന്തു പറ്റി? എല്ലാവരും കൂടി പൊക്കിയെടുത്ത് പീഡനപ്രതിയായി മാറി. കോൺഗ്രസ്സുകാർ പറഞ്ഞവനെ ശാസിക്കേണ്ട. കാരണം എന്താ? LDF-ലും ഇതേ പ്രവൃത്തി ചെയ്ത സിനിമാ നടന്മാർ പോലും ഉണ്ട്, MP-മാർ. അവരെ ശാസിച്ചിട്ടില്ല, പുറത്താക്കിയിട്ടില്ല. നമുക്കും ശാസിക്കണ്ട. നിങ്ങളാരും ശാസിക്കണ്ട, ഇവിടെയുള്ളവരാരും ശാസിക്കണ്ട. സ്തോത്രം. ശാസിക്കേണ്ടവൻ ശാസിക്കും. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവവും ദേവനും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. സ്തോത്രം. നിങ്ങളെന്നോട് ക്ഷമിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിൽ. കാരണം അത് ഒരു ബുദ്ധിപദേശമായിട്ട് ഇരുന്നോട്ടെ. അതുകൊണ്ട് നമ്മളൊരു കാര്യം ഓർക്കണം. ഇവിടെ നമുക്ക് ഇളവുകൾ കിട്ടും. ഈ ലോക ഗവൺമെൻറ്റിൻ്റെ കീഴിൽ LDF-കാരൻ തെറ്റ് ചെയ്താൽ, UDF-കാരൻ തെറ്റ് ചെയ്താൽ, BJP-കാരൻ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഹലോ, മൃദുല സമീപനം സോപ്പിട്ട് കൊണ്ട് നടക്കും, ലഘു ചികിത്സ നടത്തും. ഇസ്രായേൽ മക്കളെ പ്രവാചകന്മാർ ലഘു ചികിത്സ നടത്തിയ പോലെ ലഘു ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുക. പാസ്റ്റർമാര് വേണ്ട, ലഘു ചികിത്സ നിർത്തിക്കോ. നല്ല കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ ചികിത്സിക്കുന്ന നീയും ചികിത്സ ഏൽക്കുന്ന അവനും 2 നരകത്തിൽ. കറക്റ്റായിട്ടുള്ള ചികിത്സ ചെയ്തോ, ഒരു മയവും കാണിക്കണ്ട. സ്വത്രാഴ്ചയും നോക്കണ്ട, ദശാംശം നോക്കണ്ട, ഒന്നും നോക്കണ്ട. ദൈവം നടത്തിക്കോളൂ. ദൈവം വേലയ്ക്ക് വിളിച്ചെങ്കിൽ നടത്താൻ ദൈവം ബാധ്യസ്ഥനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഈ പ്രവാചക ശബ്ദം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ അവരെ കൊണ്ടുവരുമെന്ന് അരുളി ചെയ്ത ആ ദേശത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവരികയില്ലെന്ന് മരുഭൂമിയിൽ വെച്ച് അവരോട് സത്യം ചെയ്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, യെഹെസ്കേൽ 20-ാം അധ്യായം വായിച്ച് പഠിച്ചോണം, നന്നായിട്ട് വായിച്ച് ഗ്രഹിച്ചോണം. ഞാൻ ഇത്രയും പറയാനുള്ള കാരണം, നമ്മുടെ സബ്ജക്റ്റ് വിട്ടു പോയെന്ന് ആരും ചിന്തിക്കേണ്ട. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുന്നു.
ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. കർത്താവ് ഒരു മുന്തിരിവള്ളിയായിട്ട് ഇവിടെ പഠിപ്പിക്കുകയാണ് വചനം. നമ്മളാരാ? ആ മുന്തിരിവള്ളിയുടെ ഓരോ ശാഖകളാണ്. ഇതൊരു വലിയ ശാഖയായിട്ടുള്ള മുന്തിരിവള്ളിയാണെങ്കിൽ ഇതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ചെറിയ ശാഖകളാണ് നമ്മൾ. ഹല്ലേലൂയ. മെയിൻ ശാഖ കർത്താവാണ്, നമ്മൾ ഉപശാഖകളാണ്. അതാ ഇവിടെ തരുന്ന പഠനം. എന്നിൽ കായ്ക്കുന്ന കൊമ്പൊക്കെയും എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ എന്ത് ചെയ്യുന്നു? നീക്കിക്കളയുന്നു. യെശയ്യാപ്രവചനം 5-ാം അധ്യായം ഞാൻ വായിച്ചില്ലേ? കൊണ്ടുവന്ന് നട്ടിട്ട് ഫലം കായ്ക്കാതെ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചപ്പോൾ എന്ത് നീക്കിക്കളഞ്ഞു. ഹിറ്റ്ലർ 60 ലക്ഷത്തെ കൊന്നൊടുക്കി. പോയ സ്ഥലങ്ങളിലൊക്കെ ലക്ഷങ്ങൾ, ആയിരങ്ങൾ, പതിനായിരങ്ങളെ കൊന്ന് യഹൂദ ജാതി തകർക്കപ്പെട്ടതുപോലെ ലോകത്തൊരു ജാതിയും തകർക്കപ്പെട്ടിട്ടില്ലെന്ന് എൻ്റെ പെന്തക്കോസ്ത് സമൂഹമേ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ ക്രിസ്ത്യാനികളായ നമ്മൾ പീഡിപ്പിക്കപ്പെട്ടതിനേക്കാൾ ഘോരമായ പീഡയാണ് യഹൂദ ജാതി അനുഭവിച്ചെന്ന് മനസ്സിലാക്കണം. അവൻ്റെ കൊഴുപ്പ് കൊണ്ട് സോപ്പുണ്ടാക്കിയെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഗ്യാസ് ചാമ്പറിലോട്ട് കയറ്റിയിട്ട് ഗ്യാസ് തുറന്നു വിട്ട് കൊന്നുകളഞ്ഞു യഹൂദ കുഞ്ഞുങ്ങളെ. ഒരു ദിവസം ഷിഫ്റ്റ് വെച്ച് ഗ്യാസ് ചാമ്പറുകളിൽ യഹൂദന്മാരെ കൊന്നൊടുക്കിയ ചരിത്ര പുസ്തകത്തിലുണ്ട്. പോയി പഠിക്കേ. ജർമ്മനിയിലോട്ട് ചെല്ല്, അതൊക്കെ കാണാൻ പറ്റും നമുക്ക്. അവരുടെ ക്യാമ്പുകളിൽ കൊണ്ടുവന്ന് നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ ചരിത്രങ്ങളും അതിൻ്റെ ഫോട്ടോകളും അതിൻ്റെ വിശദ വിവരങ്ങളും നമുക്ക് പഠിക്കാൻ. ഞാനൊരു അല്പം പഠിച്ചുകൊണ്ട് പറയുക. ഞാൻ ആ യഹൂദന്മാരുടെ പീഡയെക്കുറിച്ചുള്ള കാര്യം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ നെഞ്ചിന് വേദന വന്നു. ഞാൻ ഉടനെ നിർത്തിക്കളഞ്ഞു. കാരണം എന്താ? ഞാനൊരു മനുഷ്യനല്ലേ. ഇത്ര ഹീനമായ നിലയിൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലിനെ ദൈവം കൊന്നുകളഞ്ഞല്ലോ, അല്ലെങ്കിൽ മരണത്തിന് ഏൽപ്പിച്ചല്ലോ, ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് വലിയ വേദന തോന്നി. എൻ്റെയും ഗതി പ്രമാണം അനുസരിച്ചില്ലെങ്കിൽ അതാണെന്ന് ഞാനും ഓർക്കണം, നിങ്ങളും ഓർക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കായ്ക്കുന്നത് എന്ത് ചെയ്യുന്നു? ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. കായ്ച്ചില്ലെങ്കിലോ, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയോ നീക്കിക്കളയും. അപ്പൊ ഇവിടെ ഇപ്പൊ പാസ്റ്റർമാർ പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയവനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, ഒരു പ്രശ്നവും ഇല്ലല്ലോ, അവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നല്ലോ, അവരുടെ സന്തതികളൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നുണ്ടല്ലോ. ചിട്ടി നടത്തി 8 നിലയിൽ പൊട്ടിയവനും വചനം കയ്യിലെടുത്തപ്പോൾ കോടികൾ ഉണ്ടാക്കിയല്ലോ പാസ്റ്ററെ. ശരിയാ, വളഞ്ഞ വഴിയിൽ പോയാൽ കോടികൾ ഉണ്ടാകും. ശരിയാ. പത്യവചനം പത്യോപദേശം പ്രസവിച്ചാൽ ഒന്നും കിട്ടത്തില്ല. ശരിയാ, അതും ശരിയാ. ഉണ്മാനോ ഉടുപ്പാനോ കിട്ടത്തുള്ളൂ, അത് മതിയെന്ന് വിചാരിക്കണം. ഇവിടുത്തെ സന്തോഷം നമുക്കില്ല. ഇന്ന് പലരും ഈ ഭൂമിയിലെ സന്തോഷം ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടിയാണ് അവർ പിറന്നു വീണെന്ന് പറയുമ്പോൾ ചിന്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഈ ഭൂമിയിലെ കാര്യങ്ങൾ സന്തോഷത്തോടെ അനുഭവിക്കാൻ, ഈ ഭൂമിയെ സന്തോഷത്തോടെ അനുഭവിക്കാൻ, ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ സന്തോഷിക്കുവാൻ, ഉയരത്തിലുള്ളതിനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. കൊലോസ്യ ലേഖനം 3:1 മുതൽ വായിച്ചോ, 2 വായിക്കാനുള്ളത് വായിച്ചേ. ഒരു വലിയ ദൂത് അതിനോട് ഞാൻ പറയാൻ താല്പര്യപ്പെടുക. വായിച്ചോ. കൊലോസ്യർ 3:1-2 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുയേശുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ആരുടെ? ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക്. ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച്, ഈ ഭൂമിയെക്കുറിച്ച് മാത്രം ചിന്തിക്കും, ഭൂമിയിലുള്ള വിഷയങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഉയരത്തിലുള്ളത് അന്വേഷിച്ച് ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവർക്ക് ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തോടുകൂടി മറഞ്ഞിരിക്കുന്നു. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടി തേജസ്സിൽ വെളിപ്പെടും. ആരായി നിങ്ങളെന്ന് പറയുന്നത്? ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവർ, ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവർ. മീനിന്റെ കാര്യം തിരക്കിക്കോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല.
മീൻ തിരക്ക്, എവിടെ മീനുണ്ട് അതൊക്കെ അറിയിക്കുക. പക്ഷേ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ഉന്നതമായ സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ഭൂമിയിലെ പല കാര്യങ്ങൾ ചിന്തിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ശരി. പക്ഷേ സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച്, ഉയരത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ആ പ്രത്യാശയോടെ നമ്മൾ ജീവിക്കുകയും ചെയ്യണം. നമുക്ക് കുറേ പണം ഉണ്ടായിരിക്കാം, നമുക്ക് കുറേ സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്ക് കുറേ രാഷ്ട്രീയക്കാരുണ്ടായിരിക്കാം, നമ്മുടെ കുടുംബത്തിലെ ഡോക്ടർമാരുണ്ടായിരിക്കാം, നമ്മുടെ കുടുംബത്തിൽ MLA-മാരുണ്ടായിരിക്കാം, MP-മാരുണ്ടായിരിക്കാം, വലിയ വലിയ മഹാന്മാരൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടായിരിക്കാം. പക്ഷേ പുസ്തകമനുസരിച്ച് ജീവിച്ച് ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും ചെയ്തില്ലെങ്കിൽ അക്കരെ പോകാൻ പറ്റില്ല ദൈവമക്കളെ. ഇവിടെ കൊണ്ട് നമ്മുടെ ജീവിതം സ്വാഹ. ഇന്ന് പലരും അങ്ങനെയാ. പാട്ടുപാടി, സമയാമാരത്തിൽ പാട്ടുപാടി, പിന്നെ വേറൊന്നുകൂടി ഉണ്ടല്ലോ, മരണമേ നിന്റെ ജയമവിടെ, മരണമേ നിന്റെ വിഷമുള്ളവിടെ, മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. ഇതെന്തോ പറയണമെന്ന് പുള്ളിക്കും അറിയത്തില്ല. മരിച്ചു കിടക്കുന്നതും പിന്നെ കേട്ടിട്ടില്ല വാക്യം. 15-ാം അധ്യായം കേട്ടിട്ടില്ല. പെന്തക്കോസ്തുകാരും 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം വായിക്കുകയും പഠിക്കുകയും ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ ഭാഷ അങ്ങനെ പറയണം, അങ്ങോട്ട് കളിയാക്കി പറയണം? അല്ല, ഞാൻ വായിച്ചിട്ടില്ല 25 വർഷം. 25 വർഷം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം ഞാൻ വായിച്ചിട്ടില്ല. എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല. ചാക്കാല വീട്ടിൽ ചെല്ലുമ്പോൾ പാസ്റ്റർ എടുത്ത് ഇതുപോലെ അങ്ങോട്ട് പ്രസംഗിച്ച് മനുഷ്യരെ കേൾപ്പിക്കുന്നത് കണ്ടിട്ട് അതിശയം തോന്നിപ്പോയി. അത് കഴിയുമ്പോൾ സഭായോഗങ്ങളിൽ പ്രസംഗിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. ആത്മീയ കൂടിവരവുകളിൽ പ്രസംഗിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. ലേഖനങ്ങളെടുത്ത് സഭയിൽ പ്രസംഗിക്കണം. ലേഖനം സഭയെ പഠിപ്പിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ നിങ്ങൾ ഉപദേശിച്ചുകൊണ്ട് സകലജാതിയിലെ ശിഷ്യരാക്കിക്കൊള്ളുന്നത് കർത്താവ് പറഞ്ഞ വചനങ്ങളാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ലാതെ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും വചനങ്ങളല്ല. അത് ദൈവപുത്രൻ അവർക്ക് കൊടുത്ത വചനങ്ങളാണ്. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർ കൊടുത്തിരിക്കുന്നു, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്കൂടി ഞാൻ അപേക്ഷിക്കുന്നു എന്ന വചനവ്യവസ്ഥപ്രകാരം യോഹന്നാൻ 17-ാം അധ്യായത്തിലെ വിഷയമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. 2-3 വാക്യങ്ങൾ. കർത്താവിൻ്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന വചനം മുഴുവൻ കർത്താവിൻ്റെ കൽപ്പനകളാണത്. കർത്താവിൻ്റെ വചനങ്ങളാണ്. അത് നമ്മൾ കേട്ടനുസരിക്കണം. അതനുസരിച്ച് ദൈവസഭയ്ക്ക് സബലന്മാരായി തീരണം. ഇല്ലെങ്കിൽ എന്താ പറ്റും പാസ്റ്റർ? എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കണതിന് ചെത്തി വെടിപ്പാക്കുന്നു. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനുണ്ടെങ്കിൽ നിനക്ക് ചെത്തുണ്ട്, നിനക്ക് പരിശോധനയുണ്ട്, നിനക്ക് രോഗമുണ്ട്, നിനക്ക് പോരാട്ടമുണ്ട്, നിനക്ക് ജരുക്കമുണ്ട്, നിനക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ഗുണവുമില്ല. ദൈവസഭയ്ക്കും ഗുണവുമില്ല, നിനക്കും ഗുണമില്ല, ആർക്കും ഗുണമില്ല. പിന്നെ കുറച്ച് നാളിങ്ങനെ ജീവിച്ച് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആ മർമ്മം മനസ്സിലാക്കിയാൽ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ദൈവസേന ഇരുന്ന് കരയണം. ഇരുന്ന് കരയണമെന്ന്, കരഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വചനമായി. കർത്താവ് പറഞ്ഞ വചനം നിമിത്തം അവർ ശുദ്ധിയുള്ളവരായില്ല. ആ വചനം കേട്ട് അവർ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ശുദ്ധിയുള്ളവരായി. നമ്മൾ ഈ ഉപദേശം കേട്ടതുകൊണ്ട് നമ്മൾ ശുദ്ധിയുള്ളവരാകുന്നില്ല. ഈ വചനം കേട്ട് അനുസരിക്കണം. അനുസരിച്ച് കഴിയുമ്പോൾ നമ്മൾ ശുദ്ധിയുള്ളവരാകും. ഇപ്പോൾ വിശുദ്ധിയെക്കുറിച്ച് പറയുന്ന പല ഭാഗങ്ങളുണ്ട്. വിട്ടുപോരും അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ആ അശുദ്ധിയുടെ അനുഭവങ്ങളൊക്കെ വിട്ട് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് മക്കളും അവകാശികളൊക്കെ നമ്മളാകുന്നത്. അല്ല, അശുദ്ധിയെ കിടന്ന് പന്നി മറിയുന്ന പോലെ മറിഞ്ഞാൽ എന്താ ഗുണം? പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ അവസാനത്തെ വാക്യം എന്താ? പന്നിയെക്കുറിച്ചും പട്ടിയെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. പട്ടി എന്തുവാ? ഛർദ്ദിച്ചത് തിന്നുന്നത്. പന്നിയോ ചെള്ളേക്കടന്ന് ഉരുളുന്നത്. ഇന്ന് ആത്മീയ കോളത്തിലെ എത്രയോ പേര് ചെള്ളേക്കടന്ന് ഉരുളുന്നു. എത്രയോ പേര് വിട്ടുകളഞ്ഞത് ഛർദ്ദിച്ചത് എടുത്ത് തിന്നുന്നു. എനിക്കറിയാം, ഞാൻ രക്ഷിക്കപ്പെട്ട കാലഘട്ടങ്ങളിൽ, എനിക്ക് 50 വർഷം മുമ്പ് വിശുദ്ധ ഉപദേശം പറഞ്ഞുകൊണ്ടിരുന്ന അനേക പാസ്റ്റർമാര്, നമുക്ക് ആഭരണങ്ങളൊന്നും വേണ്ട, നമുക്ക് സിനിമാ നാടകങ്ങളൊന്നും വേണ്ട, നമുക്ക് ഡാൻസും കൂത്തും ഒന്നും വേണ്ട,
നമുക്ക് ഈ ലോകത്തിൻ്റെ അശുദ്ധി ഒന്നും വേണ്ടെന്ന് പറഞ്ഞവർ ഇപ്പോൾ അതിൽ മുഴുകിയിരിക്കുക, തപസിരിക്കുകയാണ്. എന്നിട്ടും ഭയങ്കര പ്രസംഗമാണ്. ഛർദ്ദിച്ച് തിന്നിട്ട് പ്രസംഗിച്ച് ആർക്കെങ്കിലും വേണോ ആ പ്രസംഗം കേൾക്കാൻ? അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? കാശ് നമുക്ക് കാശ് കിട്ടും, പാസ്റ്റർമാർക്ക് കാശ് കിട്ടും, കേൾക്കുന്നതിനൊരു ഗുണവുമില്ല. ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളണം, അവസാന ശ്വാസം വരെയും. നമ്മുടെ ജീവൻ നമ്മളിൽ നിന്ന് നിലയ്ക്കുന്നത് വരെയും ഈ പ്രമാണം മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് നിത്യത പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് വെച്ച് വിട്ടുകളഞ്ഞാൽ പോയി. പ്രമാണം ഇടയ്ക്ക് വെച്ച് വിട്ടുകളഞ്ഞാൽ നമ്മൾ പോയി. അങ്ങനെ വിട്ടുകളഞ്ഞെന്ന് ബോധ്യമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കരഞ്ഞ് ഉപവസിച്ച് മടങ്ങി വരണം. പൗലോസിന്റെ കൂടെ നടന്ന ഒരു അനുഗ്രഹീത ശുശ്രൂഷകനാണ് ദേമാസ്. ദേമാസ് എന്ത് ചെയ്തു? എങ്ങനെ പോയി? ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. അവിടെ കള്ളക്കച്ചവടം ചെയ്യാൻ നല്ല സുഖമാണ്, ഇഷ്ടം പോലെ കാശ് കിട്ടും. ഇന്ന് പലരും അങ്ങനല്ലേ, വിദേശ രാജ്യത്തേക്ക് അങ്ങനെ പായല്ലേ. അവർക്ക് ആത്മഭാരം അങ്ങോട്ട്, അതുകൊണ്ടായി പായുന്നേ. ഇത് കാശ്മീരിലോട്ടൊന്ന് പോകും, അയ്യോ അവിടെ വെടിയുണ്ടേക്കും. സ്തോത്രം. വിദേശ രാജ്യങ്ങളിൽ പോയി ഞരങ്ങുന്ന പാസ്റ്റർമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിദേശ രാജ്യത്തിൽ പോകുന്നതുകൊണ്ട് എനിക്കൊരു പണക്കുമില്ല. ദൈവം അയക്കുന്നെങ്കിൽ നിങ്ങൾ പോ, ഇല്ലെങ്കിൽ പോകരുത്. ദൈവത്തെ ഓർത്തു പോകരുത്. എന്താ കാര്യം? ഞാൻ കുറച്ചാൾ അവിടെ ഉണ്ടായതുകൊണ്ട് പലരുടെയും കണ്ണീരും ഈ വെപ്രാളവും കണ്ടിട്ടായി പറയുന്നേ. നിന്നെ ദൈവം അയക്കുന്നെങ്കിൽ പോയില്ലെങ്കിൽ നീ പോകേണ്ടത് ഇവിടെ കിടന്നങ്ങ് ചാക് പ്രസംഗിച്ച്. എന്താ കുഴപ്പം? ദൈവം അയക്കാതെ വലിഞ്ഞു കയറി പോയിട്ട് അവിടെ നിന്ന് പിരിവെടുത്ത് നടുവിന് ചവിട്ടി നാട്ടിലേക്ക് കയറ്റി ചരിത്രങ്ങൾ എത്ര കേൾക്കണം നിങ്ങൾക്ക്? ഞാനൊന്നും പറഞ്ഞ സമയങ്ങൾ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെ അധികം ബലം കായ്ക്കടലിൽ ചെത്തി പിടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളതാകുന്നു. വചനം കേട്ട് അനുസരിക്കുമ്പോഴാണ് ശുദ്ധി. അടുത്ത, എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും. വളരെ മനോഹരമായൊരു സ്റ്റേറ്റ്മെന്റാണ്. എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും. എന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ, 15-10. അതിന് 10. ആ ആ ആ അപ്പൊ കർത്താവിൽ വസിക്കാൻ നമുക്ക് ഒരൊറ്റ വഴി കർത്താവ് തന്നിരിക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ആ പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അത് മോശയുടെ പ്രമാണത്തിൽ വസിക്കാൻ പറ്റുമോ? നമുക്ക് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം. ബഹുമാനപ്പെട്ട ആത്മീയ നേതൃത്വം വിട്ടുകളഞ്ഞൊരു സന്തതിയാണ് വിഷയമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഗൗരവമായ വിഷയം. കർത്താവ് വസിച്ചത് തൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാണ്. അതുപോലെ തൻ്റെ അരബ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും, ഞാനും പിതാവ് ഒന്നത്രേ. ഈ പുതിയ നിയമ ഉപദേശം പിതാവ് പഠിപ്പിച്ച ഉപദേശമാണെന്ന് പലർക്കും അറിയാതിരിക്കുക. എടുക്കാം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 49-50 ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 48, 49, 50 വാക്യങ്ങൾ. എൻ്റെ എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവന് ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. നമുക്കിപ്പോ മനസ്സിൽ തോന്നുന്നതും വായി തോന്നുന്നതും ഒക്കെ വിളിച്ചു പറയാം, ഒരു കുഴപ്പമില്ല. വരുവരമേശ വരുവര വീശ എന്നും പറഞ്ഞ് 2 തോൾ വിട്ട് പൊക്കി പാട്ടും പാടി ആൾക്കാരെ വട്ടം കറക്കി. ഈ മുതുക്ക് പ്രായത്തിലെങ്കിലും ഇതൊക്കെ ഒന്നും മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. ഇത്രയൊക്കെ പ്രായമായില്ല. ഒരു 10-20 വയസ്സുള്ള ഒരു പയ്യൻ കാണിച്ച പിന്നെ പോട്ടെന്ന് വെക്കാം.
കുഴിയിലേക്ക് കാലി നീട്ടിയിരിക്കുന്ന ഭക്തന്മാരെന്ന് പറയുന്നവര് ഇങ്ങനെയുള്ള കോമാളിത്തരം കാണിക്കുമ്പോൾ എന്താണ് അതിനെ പറയേണ്ടത്? ഞാൻ മാത്രമല്ല, പലരും പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഈ അങ്കിൾ ബൺ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തി ഈ പത്യോപദേശം പഠിച്ചനുസരിച്ച് ജീവിക്കാൻ നോക്ക്. ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഇടപെടുമ്പോൾ ഞാനിത് ചെയ്യുമെന്ന്. ഏത് ആത്മാവാ ഇടപെടുന്നേ? മറ്റൊരു ആത്മാവും മറ്റൊരു ക്രിസ്തു മറ്റൊരു സുവിശേഷം ഇങ്ങനെ കെട്ടക്കയാ വ്യാപിച്ച്. അതിൻ്റെ ഇടയിൽ ഏത് ആത്മാവായത്? ദൈവമക്കളെ മനസ്സിലാക്കണം. ഇപ്പൊ പറഞ്ഞ കാര്യം തെളിയിക്കാൻ ഒരു വാക്യം വായിക്കും. 1 യോഹന്നാൻ 4:6. ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്യം ആത്മാവ് തെറ്റിപ്പോകുന്നുള്ളതിന് ശക്തമായൊരു വാക്യം. 1 യോഹന്നാൻ 4:6. 1 യോഹന്നാൻ 4:6. എനിക്ക് ഈ വാക്യങ്ങളൊക്കെ കാണാതെ അറിയാവുന്ന വാക്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഈ വായിക്കുന്നവരെ ഒന്ന് വായിച്ചോട്ടെ, മറ്റുള്ളവർ കേട്ടോട്ടെ എന്ന് കരുതിയായി വായിപ്പിക്കുന്നേ. 4:6. 1 യോഹന്നാൻ 4:6 വായിക്കുന്നേ. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയാം. മനസ്സിലായല്ലോ? ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആരാ? അപ്പോസ്തലന്മാർ. ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയാം. ഒരു ലിറ്റിൽ ബോയ് ആണ് ഈ വാക്യം. പെന്തക്കോസ്ത് സമൂഹമേ, ഈ വാക്യം നിങ്ങൾ മറന്നു കളയരുത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം, കർത്താവ് അപ്പോസ്തലന്മാരെ പരമേൽപ്പിച്ച ഉപദേശം നിങ്ങളും ഞാനും കേട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മാവ് പോലും മാറിപ്പോകുമെന്ന് ഈ വാക്യം ശക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. വചനത്തെ കോട്ടിക്കളയുകയാണ്, കൂട്ടുചേർക്കുകയാണ്, മറിച്ച് കളയുകയാണ്. ഒരു ലോഡ് നല്ല എംസാൻഡും ഒരു ലോഡ് ചീത്ത എംസാൻഡും. നല്ല എംസാൻഡിന്റെ വില 10,000 രൂപ, ചീത്ത എംസാൻഡിന്റെ വില ഒരു 3,000 രൂപ. രണ്ടും കൂടി മിക്സ് ചെയ്ത് 20,000 രൂപ കിട്ടും. അപ്പോൾ എത്ര രൂപ കയ്യിൽ വീഴും? 2 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ, 2 ഷവലുണ്ടെങ്കിൽ. ഞാനിതിൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ചണ്ടിയായിട്ടുള്ള എംസാൻഡും നല്ല എംസാൻഡും കൂടിയിട്ട് കൂട്ടിക്കുടയ്ക്കുക, എന്നിട്ട് നല്ല എംസാൻഡിൻ്റെ കാശ് മേടിക്കുക. ഒന്നും അറിയാതെ ഒരു 10,000-6,000 രൂപ കയ്യിൽ വീഴും 2 മണിക്കൂർ കൊണ്ട്. ഇതൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കയ്യിൽ ഈ പൊരിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ കൈ തേക്കും, നല്ല തണുപ്പുള്ള സമയത്ത്. ഡോക്ടർമാർ പറയണ തേക്കരുതെന്ന് വെളിച്ചെണ്ണ. അതെന്താ കാര്യം? മായ വന്ന് തേങ്ങ മേടിച്ചുകൊണ്ടൊന്ന് ചിരുകി പാലെടുത്ത് ആ പാല് തിളപ്പിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കി ആ വെളിച്ചെണ്ണ കൊച്ചുകുട്ടികളുടെ തലയത്തേക്കും കയ്യത്തേക്കൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ തേച്ച് കഴിഞ്ഞാൽ ചോറ് പിടിക്കുമെന്ന്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വെളിച്ചെണ്ണ രൂപത്തിലാക്കി വിൽക്കുന്നു എന്ന് എത്രയോ പ്രാവശ്യം സോഷ്യൽ മീഡിയയിലൂടെ പലരും പറഞ്ഞു കേട്ടു. ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ അതൊക്കെ? നമ്മൾ കഴിക്കുന്ന ഓയില്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഒട്ടുമുക്കാലും 99% സാധനങ്ങളും മായമാണ്, മായമാണ്, മായമാണ്. അതുകൊണ്ടാണ് മനുഷ്യർ രോഗികളാകുന്നത് നല്ല നല്ല ഡോക്ടർമാർ പറയുക. ഈ ഉടായ്പുള്ള ഡോക്ടർമാരുണ്ട് കാശിന് വേണ്ടിയിരിക്കുന്നത്. അവർ പറയും ഇതൊക്കെ വഹിച്ച് കഴിച്ചു വന്നിട്ട് ഞങ്ങളുടെയൊക്കെ വന്നോ, ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തോളാം, കാശ് തന്നാൽ മതി. പിന്നെ അവർ പറയണ 15, 20, 30 ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങൾ പഠിച്ചതാ, ഞങ്ങൾക്ക് കാശ് കിട്ടണ്ടേ? നല്ല കാര്യമാണ്. ഇതൊന്നും കിട്ടാതെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലും മതി. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഞാൻ എന്തിനാ പറയാം, സർവത്ര മായമാണ്. ദൈവവചനം മായം കൂട്ടി പഠിപ്പിക്കുക. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് കർത്താവ് പറയുന്ന വചനങ്ങൾ കർത്താവിൻ്റെ വചനങ്ങളല്ല, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. വേറെ 1-2 വാക്യം കൂടി ആ വിഷയത്തെ സ്വാധീകരിക്കാൻ ഞാൻ നിങ്ങളോട് പറയാൻ കർത്താവിൽ ശരണപ്പെടുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിച്ചേ. ജോൺ 14:10. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇതിൽ കൂടുതൽ വാക്യം വേണോ? 24-ാം വാക്യം കൂടി വായിച്ചേ. അതേ അധ്യായത്തിന്റെ 14-24. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല,
എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റെതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതത്രേ. എത്ര വാക്യം വേണം നിങ്ങൾക്ക് ഞാൻ എടുത്തു തരാം? യേശു പറയുന്ന വചനം യേശുവിൻ്റെ വചനമല്ല, അത് പിതാവ് തന്നെ ഏൽപ്പിച്ചതാ പറയുന്നത്. നമുക്കിപ്പോൾ വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയാമല്ലോ, എന്ത് വേണേലും. ഒരു ലൈസൻസും ഇല്ലല്ലോ പാസ്റ്റർമാർക്ക്. എന്തൊക്കെയാ പ്രസംഗിച്ച് കൂട്ടുന്നത്, എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിക്കുന്നേ. അല്ലേ, ഇടയ്ക്ക് ഒരു ഇന്റർനാഷണൽ പാസ്റ്റർ നമ്മുടെ ഒരു രചായൻ പറഞ്ഞതാണ്, സ്നാനത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരിക. പറഞ്ഞു വന്നിട്ട് ആ സ്നാന ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള ഒരു ഉപദേശം വന്നപ്പോൾ മിഴുങ്ങി കളഞ്ഞു. കിടുകിട ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാ കേരളക്കരയെ. പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. കാരണം പരസ്യമായിട്ട് ആരെ ആക്ഷേപിക്കേണ്ട, അവരൊക്കെ നന്നായി വരട്ടെ. ഞാൻ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. വളരെ നല്ല നിലയിൽ വചനമൊക്കെ സംസാരിക്കുന്ന ആളാണ്. ചില സമയത്ത് ഒരു ഇടത്തോട്ട് സ്വഭാവം കാണിക്കും. സ്നാനത്തിന് പ്രാധാന്യം കൊടുക്കാത്തൊരു ഗ്രൂപ്പിൽ പോയി പ്രസംഗിച്ച് സ്നാനത്തിൻ്റെ വിഷയം വന്നപ്പോൾ അവിടെ വിഴുങ്ങി കളഞ്ഞു. എന്താ കാര്യം? സ്നാനത്തെക്കുറിച്ച് പറഞ്ഞ് അവരെ ദൈവകൽപ്പനയെ അനുസരിപ്പിച്ച് അവരെ അഭിഷേകത്തിലേക്ക് നടത്തി അവരെ നിത്യതയിലേക്ക് ഒരുക്കാൻ താത്താൻ സമ്മതിക്കത്തില്ല. അതിന് ഉപദേശിയാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയുണ്ട്? ഹല്ലേലൂയ. ദൈവകൽപ്പനയല്ലേ സ്നാനം. സ്നാനമേൽക്കാത്ത ഒരു വ്യക്തിക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ലെന്ന് പൗലോസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. പരിശുദ്ധം അഭിഷേകം പ്രാപിച്ച വ്യക്തിക്ക് സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല. ഇനി അഭിഷേകം പ്രാപിച്ചാലും സ്വർഗത്ത് പോകാൻ പറ്റില്ല. ആത്മാവിനനുസരിച്ച് നടക്കണം, ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കണം. നമ്മുടെ ഇഷ്ടപ്രകാരം പോയിക്കോട്ട് ആത്മാവിനനുസരിച്ച് നടക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മൾ ജഡീകന്മാരാണ്. ജഡത്തിന്റെ ഇഷ്ടമാണെന്ന് പലരും നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ ശിഷ്യന്മാരെ പോലെ ഒരു ആത്മ നടത്തിപ്പ് നമുക്കുണ്ടാകണം. അത് ഇന്നും നാളെയും അല്ല, ചിലപ്പോൾ നാളുകൾ കൊണ്ട് വചനം പഠിച്ച് അനുസരിച്ച് ജീവിച്ച് നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ, സ്തോത്രം.